നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള സെക്രട്ടേറിയറ്റിൽ സ്ഫോടനാത്മകമായ ചില സംഭവങ്ങൾ അരങ്ങേറുകയാണ് ഇപ്പോൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിയമിക്കാൻ വിചിത്രവും വിസ്മയകരവുമായ കാലതാമസം എടുക്കുന്ന സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് ഭരണം ചീഫ് സെക്രട്ടറിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും പോക്കറ്റിലായി മാറിയിരിക്കുകയാണ്. ഒരു മന്ത്രിസഭ മാറി അടുത്ത മന്ത്രിസഭ വരുന്നത് വരെയുള്ള സമയത്ത് ഇത്തരം നടപടികൾ സ്വാഭാവികമാണെങ്കിലും പുതിയ മന്ത്രിസഭ അധികാരമെടുക്കാൻ ഇത്രയും കാലതാമസം ആദ്യമായാണ്. ചന്നം ഭിന്നം, സ്ഥലമാറ്റം, പഴയ മന്ത്രിമാർ നൽകിയ ഉത്തരവുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ റദ്ദാക്കുന്നു, പുതിയ മന്ത്രിസഭയ്ക്ക് വേണ്ടപ്പെട്ടവരെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് സ്ഥലം മാറ്റുന്നു, കഴിഞ്ഞ സർക്കാരിൽ പ്രമാണിമാരായിരുന്നവർ അവർക്ക് ദോഷകരമെന്ന് കാണുന്ന ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു, സർക്കാർ എടുക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ സ്വയം എടുക്കുന്നു, സ്വജനപക്ഷപാതവും താൻ പോരിമയും നിറയുകയാണ് കേരള സെക്രട്ടേറിയറ്റിൽ. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തിരുവനന്തപുരം സ്റ്റാറ്റ്യൂവിൽ സെക്രട്ടേറിയറ്റ് അതേ മട്ടിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും സംസ്ഥാനത്ത് ഗവർണർ ഭരണം നടക്കുന്ന മട്ടിലാണ് ഉദ്യോഗസ്ഥർ ഭരിക്കുന്നത്. ഭരണതലവനായ ഗവർണറാകട്ടെ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. പിണറായി മന്ത്രിസഭയിലെ കിടിലമായിരുന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഒരു ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കീറി കൊട്ടയിലിട്ടത് കഴിഞ്ഞ ദിവസമാണ്. ഓട്ടോറിക്ഷകൾ, ടാക്സികൾ തുടങ്ങിയ ഫിറ്റ്നസ് ടെസ്റ്റിന് ഹാജരാകുമ്പോൾ ക്ഷേമനിധി രസീത് വേണമെന്ന നിർദ്ദേശമാണ് കീറിയെറിഞ്ഞത്. ഇതില്ലെങ്കിൽ ഫിറ്റ്നസ് നിഷേധിക്കരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടു. സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളികളെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്ന നിർദ്ദേശമാണിത്. നേരത്തെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ക്ഷേമനിധിയിൽ ചേർന്നാൽ മതിയായിരുന്നു. അതിനാൽ കുറെ തൊഴിലാളികൾ ചേർന്നില്ല. പിന്നീട് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഈ നിർദ്ദേശം ഏർപ്പെടുത്തി. ക്ഷേമനിധി അടച്ചതിന്റെ രസീത് ഹാജരാക്കിയവർക്ക് മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന് നിർദ്ദേശിച്ചു. വാഹനം റോഡിലിറക്കിയ കാലം മുതലുള്ള ക്ഷേമനിധി കുടിശ്ശിക അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും തൊഴിലാളി സംഘടനകളുടെയും നിവേദനങ്ങൾക്കൊടുവിലാണ് ഈ നിർദ്ദേശം മാറ്റി പുതിയ ഉത്തരവിറക്കിയത്. അത് ഉദ്യോഗസ്ഥ തലത്തിലാണ് എന്നതാണ് രസകരം. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആവശ്യമായ രേഖകളുടെ പട്ടികയിൽ ക്ഷേമനിധി രസീത് ഉൾപ്പെടുന്നില്ലെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹനത്തിന്റെ മറ്റ് രേഖകളെല്ലാം സാധുവാണെങ്കിൽ ക്ഷേമനിധി അടച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ മാത്രം ഫിറ്റ്നസ് നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ R രാജീവ് പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇദ്ദേഹത്തിന് നയപരമായ ഉത്തരവുകൾ നൽകാൻ കഴിയുമോ എന്നതാണ് അത്ഭുതം. ഫിറ്റ്നസ് രസീത് നിർബന്ധമല്ലെങ്കിലും ക്ഷേമനിധിയിൽ തുടരുന്നത് തൊഴിലാളികൾക്ക് ഗുണകരമാണെന്നും അധികൃതർ പറയുന്നു. ക്ഷേമനിധി വഴി ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ ഇവയാണ്: വിവാഹത്തിന് തൊഴിലാളികൾക്കും 2 മക്കൾക്കും 40,000 രൂപ വീതം, മരണാനന്തരം സ്വാഭാവിക മരണത്തിന് 1 ലക്ഷവും അപകട മരണത്തിന് 2 ലക്ഷം രൂപയും, ചികിത്സയ്ക്ക് ചികിത്സാ സഹായവുമായി 1 ലക്ഷം രൂപ വരെ, അടച്ചതും പെൻഷനും, 60 വയസ്സ് തികയുമ്പോൾ അടച്ച തുക പലിശ സഹിതം തിരികെ ലഭിക്കുന്നതിനൊപ്പം പ്രതിമാസ പെൻഷനും ഉണ്ടാകും. സെക്രട്ടേറിയറ്റിൽ ഭരണം മാറിയതോടെ പല വകുപ്പുകളിലും സ്ഥലം മാറ്റം തുടങ്ങി. പുതിയ സർക്കാർ ചുമതല ഏൽക്കുന്നതിന് മുമ്പേ സ്ഥലം മാറ്റം പൂർത്തീകരിക്കാനാണ് നീക്കം. സെക്രട്ടേറിയറ്റിലും ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലുമാണ് സ്ഥലംമാറ്റ ഉത്തരവുകൾ ഇറങ്ങിയത്. ഭരണാനുകൂല സംഘടനകളുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥലമാറ്റമെന്നാണ് ആരോപണം. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിലെ 22 പേരെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയതാണ് ഇതിൽ ഒടുവിലെത്തിയത്. ഡയറക്ടറേറ്റിലും മറ്റു ഓഫീസുകളിലും ജോലി ചെയ്തിരുന്നവരെ ഭരണ സൗകര്യാർത്ഥം സ്ഥലം മാറ്റുന്നു എന്നതാണ് ഉത്തരവിൽ പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ സ്ഥലം മാറ്റവും നിയമനവും നടക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലാണ് സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത്. നിയമവകുപ്പിലും കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ അഴിച്ചുപണി ആരംഭിച്ചു. കൃഷി, റവന്യൂ, ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റുകളിലും സ്ഥലമാറ്റ ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ശേഷമായിരിക്കും IAS തലപ്പത്തെ അഴിച്ചുപണി. പുതിയ പ്രോട്ടോകോൾ ഓഫീസർ, പൊതുഭരണ വകുപ്പിൽ സ്ഥലം മാറ്റം നടത്തുന്ന സർവീസസ് സെക്ഷൻ എന്നിവയിലെ മാറ്റങ്ങൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പരിഗണിച്ചാകും നടത്തുക. ചിലർ സ്ഥലം മാറ്റം തടയാൻ കോൺഗ്രസ് സംഘടനയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു. ചില കൊടികെട്ടിയ CPMകാർ കോൺഗ്രസ് സംഘടനയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ചിലർ കോൺഗ്രസിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവന നൽകാമെന്ന വാഗ്ദാനം നൽകി കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് ഭരണമൊഴിയും മുൻപ് സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലെയും വിവിധ സെക്ഷനുകളിലെയും ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു. സാധാരണ അനാവശ്യമായ കടലാസുകൾ നശിപ്പിക്കുന്ന പതിവുണ്ടെങ്കിലും കൂട്ടത്തോടെ വൻതോതിലുള്ള നശിപ്പിക്കൽ അസാധാരണമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആരംഭിച്ച നടപടി വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നതോടെ വേഗത്തിലായി. ഓഫീസുകളിൽ നിന്ന് ശേഖരിച്ച് ചീഫ് സെക്രട്ടറിയുടെ മുറിക്ക് സമീപമുള്ള
ഷ്രെഡിംഗ് റൂമിലേക്ക് മാറ്റിയ ഫയലുകൾ മെഷീൻ ഉപയോഗിച്ച് ഷ്രെഡ്, അതായത് തുണ്ടുകളാക്കുക എന്ന് ചെയ്താണ് നീക്കുന്നത്. മന്ത്രിമാർ, പേഴ്സണൽ സ്റ്റാഫ് നടത്തിയ കത്തിടപാടുകൾ വിശദാംശങ്ങൾ പുറത്താകാതിരിക്കാൻ ഈ ഓഫീസ് സംവിധാനം ഒഴിവാക്കി നടത്തിയ കടലാസ് ഫയൽ നീക്കങ്ങൾ, കുറിപ്പുകൾ, അനുബന്ധ രേഖകൾ, ഒഴിവാക്കിയ കടലാസുകൾ തുടങ്ങിയവയാണ് നശിപ്പിക്കുന്നത്. ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ അധികാരത്തിലെത്തുന്നത് വരെ ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കുമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒരു പങ്ക് വോട്ടെടുപ്പിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് നീക്കിയിരുന്നു. ബാക്കിയുള്ള പ്രധാന ഫയലുകളാണ് ഇപ്പോൾ നശിപ്പിക്കുന്നത്. ഈ ഓഫീസ് കാര്യക്ഷമമായ ശേഷം സെക്രട്ടേറിയറ്റിൽ കടലാസ് ഫയലുകൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂവെന്നും അവ നശിപ്പിക്കുന്നെങ്കിൽ സ്ഥലത്തില്ലാത്തതിനാൽ അക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നുമാണ് പൊതുഭരണ സെക്രട്ടറി കെ ബിജു പ്രതികരിച്ചത്. വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഇടയ്ക്കുള്ള കാലയളവിൽ ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇത് ഡിജിറ്റൽ ഫയൽ നശിപ്പിക്കാനുള്ള നീക്കമാണെന്നും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയതോടെയാണ് പിൻവാങ്ങുകയായിരുന്നു. ഇതിനിടയിൽ ഇഷ്ടമില്ലാത്തവരെ ചീഫ് സെക്രട്ടറി വീണ്ടും സസ്പെൻഡ് ചെയ്യുന്നു. എൻ പ്രശാന്തിനാണ് ഈ ഗതികേട്. സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ വീണ്ടും സമൂഹമാധ്യമ പോസ്റ്റുമായി എൻ പ്രശാന്ത് രംഗത്തെത്തി. സിനിമയിൽ നടൻ സലീംകുമാർ എന്ത് കാര്യത്തിന് എന്ന് പറയുന്ന ഡയലോഗ് മീമായി പോസ്റ്റ് ചെയ്താണ് പ്രശാന്തിന്റെ പ്രതികരണം. അഴിമതിക്കായി സർക്കാരിൽ ലോബിയും കോക്കസും ഉണ്ടെന്നും കൊച്ചിയിൽ പ്രശാന്ത് പ്രതികരിച്ചു. സർക്കാർ സംവിധാനത്തിൽ പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടലുകളുണ്ട്. ജയതിലകിന്റെ വിഷമം പരിഹരിക്കാനായിരുന്നു തനിക്കെതിരെയുള്ള ആദ്യ നടപടി. ഇപ്പോഴത്തെ അച്ചടക്ക നടപടിക്ക് പിന്നിൽ വഴിയെ പോയ ആരുടെയോ പരാതിയുണ്ട്, പക്ഷേ നിയമപരമായി നിലനിൽക്കില്ല. മുൻ നടപടിയിൽ ഹിയറിംഗ് നടത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിലും 1.5 വർഷമായി പരിഗണിച്ചിട്ടില്ല. എന്നാൽ തനിക്കെതിരെ വീണ്ടും നടപടികൾ വരുന്നു. നീതി ലഭിക്കണമെങ്കിൽ സർക്കാർ മാറണം എന്നത് മോശമാണ്. മുകളിൽ നിന്നുള്ളവരുടെ നിർദ്ദേശം എഴുതാനാണ് റിവ്യൂ കമ്മിറ്റി എങ്കിൽ അവരെ ആ പണിക്ക് കൊള്ളില്ല. കോടതിയിൽ സർക്കാരിനെ സേവിക്കാൻ താല്പര്യമില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. സർക്കാരിനെ വിമർശിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിനെതിരെ സർക്കാർ വീണ്ടും അച്ചടക്ക നടപടി സ്വീകരിച്ചത്. അവസാനിക്കാനിരുന്ന സസ്പെൻഷൻ കാലാവധി നീട്ടി ചീഫ് സെക്രട്ടറി എ ജയതിലക് ഉത്തരവിറക്കി. ജയതിലകിനെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന പേരിൽ 2024 നവംബർ 11 മുതൽ പ്രശാന്ത് സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിനെതിരെയുള്ള 8ാമത്തെ അച്ചടക്ക നടപടിയാണിത്. പുതിയ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ തീരുമാനമില്ല എന്നതാണ് രസകരം. സത്യത്തിൽ ഒരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് കേരള സർക്കാർ. രാഹുൽ ഗാന്ധി ചെന്നൈയിലേക്കും ഖാർഗെ ബാംഗ്ലൂരിലേക്കും പോയതോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വീണ്ടും വൈകുമെന്ന് ഉറപ്പായി. കേരളത്തിൽ ഇപ്പോൾ ഒരു കാവൽ മന്ത്രിസഭയില്ല. പഴയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിൽ എത്താറില്ല. എത്രയും വേഗം ഒരു സർക്കാർ അധികാരത്തിൽ വരണം. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. ബംഗാളിലും ഇതാണ് സ്ഥിതി. 102 സീറ്റ് കിട്ടിയ കേരളത്തിൽ മാത്രം ആർക്കും ഒരു തിട്ടവുമില്ല. പതിറ്റാണ്ട് നീണ്ട ഇടതുമുന്നണി ഭരണത്തിന് അന്ത്യം കുറിച്ച് വലതുമുന്നണി അധികാരത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പുതിയ സർക്കാരിന്റെ നയവും നടപ്പ് രീതികളുമായിരിക്കും. ജനരോഷം വിളിച്ചു വരുത്തിയ നിരവധി പദ്ധതികളും നയങ്ങളുമാണ് പിണറായി സർക്കാരിനെ ദയനീയ പതനത്തിലേക്ക് നയിച്ചത്. UDF തന്നെ പ്രശ്നവൽക്കരിച്ച സർക്കാർ പരിപാടികളിൽ പുതിയ സർക്കാർ എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകമാണ്. നാട്ടിലെങ്ങും മദ്യം സുലഭമാക്കിയ മദ്യനയം മുതൽ യുവതലമുറ പഠനത്തിനും ജോലിക്കും കൂട്ടത്തോടെ നാടുവിടുന്ന സാഹചര്യം വരെ 10 വർഷ ഭരണത്തിന്റെ ദുരന്തങ്ങളാണ്. ഇവയെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാക്കി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 854 ബാറുകളാണുള്ളത്. ഇത്തരത്തിൽ പിണറായി സർക്കാർ കേരളത്തെ കുട്ടിച്ചോറാക്കി. മറ്റാരും കാണാത്ത വികസനം സാധ്യമാക്കിയെന്ന് തള്ളുകയായിരുന്നു പിണറായി സർക്കാർ. ഇത്തരം ദുർനടപടികൾക്ക് നേരെയാണ് ജനങ്ങൾ വിധി എഴുതിയത്. അങ്ങനെയുള്ള ജനങ്ങളെയാണ് ഇന്ന് പരീക്ഷിക്കുന്നത്. വെള്ളക്കാരൻ 10 ഇരട്ടി വരെ വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരാണ്. വീടുൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ഗണ്യമായി അവർ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം വൻ ജനരോഷം വിളിച്ചു വരുത്തി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും UDF ഇതെല്ലാം ചർച്ചയാക്കി. ഇതിൽ കുറവ് വരുത്തുമോ എന്ന് കണ്ടറിയാം. ഇത്തരം കാര്യങ്ങളിൽ പുതിയ സർക്കാരിന്റെ നിലപാട് നിർണായകമാണ്. വൈദ്യുതി ചാർജ് വർധനവും വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തി. നിത്യോപയോഗ സ്ഥാനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു നടപടിയും കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചില്ല. ഇത്തരം കാര്യങ്ങളിൽ പുതിയ സർക്കാരിന്റെ നിലപാടുകൾക്കാണ് കേരളം കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സർക്കാർ വൈകുന്തോറും ഉദ്യോഗസ്ഥർ അവരവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ വീണ്ടും, അതാണ്
കേരള സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം കോൺഗ്രസ് അറിയുന്നില്ല എന്നതാണ് സങ്കടകരം. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തനിക്ക് നൽകിയ 2.5 വർഷം മുഖ്യമന്ത്രി പദമെന്ന് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ UDF രൂപീകരിക്കുന്ന മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ചെന്നിത്തല മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമായും അദ്ദേഹം 2011 തനിക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. ആദ്യ ഭാഗം ഉമ്മൻചാണ്ടിയും അവസാന ഭാഗം ചെന്നിത്തലയും ഇതായിരുന്നു 2011 കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി 2011 അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി 2016 അധികാരമൊഴിയും വരെയും മുഖ്യമന്ത്രിയായി തുടർന്നു. താൻ പൂർണ്ണമായും അവഗണിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ചെന്നിത്തല മന്ത്രിസഭയുടെ മധ്യഭാഗത്ത് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സഹായത്തോടെ വിവാദമുണ്ടാക്കി ആഭ്യന്തരമന്ത്രിയായി. ഇക്കുറി വിവാദത്തിന് താനില്ലെന്നും മുഖ്യമന്ത്രി പദം തനിക്ക് നൽകണമെന്നും ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെന്നിത്തലയ്ക്കാണ് സെക്രട്ടേറിയറ്റിൽ ഒരു സ്ലീപ്പിംഗ് സെൽ ഉള്ളത്. ഒരു വലിയ നിര ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ യഥാസമയം വന്നില്ലെങ്കിലുള്ള ദോഷം നന്നായി ചെന്നിത്തലയ്ക്ക് മനസ്സിലാവും.